എന്താണ് കാരണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ആരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ? മാ അന അലൈഹി വസ്വഹാബി. ഞാനും എന്റെ സ്വഹാബത്തും ഏത് മാർഗമാണോ അവലംബിച്ചിരുന്നത് ആ മാർഗം ഹൃദയത്തിനോട് ചേർത്ത് വെച്ച ആളുകളാണ്. ആ മാർഗം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച ആളുകളാണ്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് അതാ ഒരു വിഭാഗം ആളുകൾ നരകത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നു, മറ്റു ചില ആളുകൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. ആ സമയത്ത് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന വിഭാഗം ഞാനും എന്റെ സ്വഭാവത്തെ മാർഗത്തിലാണോ, ഞാനും എന്റെ സ്വഭാവത്തെ മാർഗമാണ് കാണിച്ചു തന്നത്. ആ മാർഗം അവലംബിച്ച ആളുകളാണ്, ആ മാർഗം പിൻപറ്റിയ ആളുകളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജുമുഅയുടെ അറബിയിലാക്കി കാണിച്ചു തന്നു. പോരാ അതാ തന്റെ തുടങ്ങൾക്ക് അതാ കാടുകൾക്ക് രണ്ടുപേർക്കും വലിയ ആദരവ് നൽകിയ മഹാനാണ്. ഹബീബിന്റെ മദ്ഹ് പറയുമ്പോ പലർക്കും വല്ലാത്ത വിഷമമാണ്, പലർക്കും വല്ലാത്ത ടെൻഷനാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നില്ലേ, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി. ഹബീബിന്റെ മദ്ഹ് പറയുന്നതാരാ? ഇന്നല്ലാഹ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വമലായികതുഹു, അല്ലാഹുവിന്റെ മലക്കുകൾ യുസല്ലൂന അലൻ നബി. എന്ന് പറഞ്ഞിരുന്നു മഹാന്മാര് അവിടുന്ന് തഫ്സീറുകൾ അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിന്റെ മദ്ഹ് പറയുകയാണ്. ഹബീബിനെ കുറിച്ച് മലക്കുകളോട് വാഴ്ത്തി പറയുകയാണ്. മുസ്ലിങ്ങളെ, മദ്ഹ് പറയുന്ന പാർട്ടിയുടെ നേതാവ്, മദ്ഹ് പറയുന്ന ഗ്രൂപ്പിന്റെ നേതാവ് ഒന്നാമതായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്, രണ്ടാമത് മലക്കുകൾ തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതാ മലക്കുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മുസ്ലിങ്ങളായ നമ്മളോട് പടച്ച റബ്ബ് കൽപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ പറയണേ, ഹബീബിന്റെ തുണീരങ്ങൾ നിങ്ങൾ ആലപിക്കണേ. അതാരവിനും കടന്നു വരുന്നു, ഹബീബിന്റെ ജന്മദിനം കടന്നു വരുന്നു. അതാ ചെറിയ ചെറിയ മക്കളൊക്കെ പാട്ട് പാടുകയാ, ഹബീബിന്റെ ജനനത്തിനെ കുറിച്ച് സംസാരിക്കുകയാ, മൗലിദിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുകയാ. ആ സമയത്ത് പാതിരാവിലൊക്കെ ഒഴിച്ചു അതാ ഹൈവേയുടെയും മറ്റു റോഡിന്റെയും തെരുവോരങ്ങളിൽ അതേ നബിദിന മനുഷ്യനാളുകൾ എന്ന് പറയാനും ഹബീബിന്റെ ജന്മദിനത്തിനെതിരെ ശബ്ദിക്കാനും പലരും കടന്നു വരുമ്പോ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ്, ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടെ മഹാന്മാരായ ആളുകൾ എഴുതിയിട്ടുണ്ട്. അതാ അവിടെ നിന്ന് ഹബീബിന്റെ ജന്മദിനം കടന്നു വരുമ്പോ മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്താണ്? ഞാൻ ഈ ജീവിക്കുന്ന ഭൂമിയെ പടച്ച റബ്ബ് സൃഷ്ടിച്ചതിന് വേണ്ടിയാ, ഞാൻ ശ്വസിക്കുന്ന ഒന്നിനെ അല്ലാഹു സംവിധാനിച്ചതിന് വേണ്ടിയാ. ഹബീബ് ഈ ലോകത്തില്ലായിരുന്നുവെങ്കിൽ, ലോകത്തിൽ ധരിച്ചില്ലായിരുന്നുവെങ്കിൽ കാണുന്ന പ്രപഞ്ചമില്ല, നാം ഈ കാണുന്ന സർവ്വതും ലോകത്തില്ല. അപ്പൊ എന്നെ പടക്കാൻ കാരണക്കാരനായ നബി, എന്റെ ഉമ്മയും ഉപ്പയും പടക്കാൻ കാരണക്കാരനായ നബി, അതാ ലോകത്തിലുള്ള സർവ്വകളെയും സംവിധാനിക്കാൻ കാരണക്കാരനായ നബി ആ റസൂൽ
നമ്മളെല്ലാവരും വളരെയധികം മധുരമുണ്ട് ഹബീബിന്റെ അവതാരങ്ങൾ വളർത്തുന്നു അവിടുത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ആദ്യമായി ഹബീബിന്റെ മധുര പറയുന്നു ഹബീബ് ജനിച്ച ദിവസത്തിൽ കരഞ്ഞതാരാ ഹബീബ് ജനിച്ച ദിവസം വന്നപ്പോൾ കരഞ്ഞതാരാണെന്നറിയുന്നു മഹാന്മാര് പഠിപ്പിക്കുന്നു ഇബ്ലീസ് കരഞ്ഞ പല ഘട്ടങ്ങളുണ്ട് അതിൽ ശക്തിയായി കരഞ്ഞ ഒരു സമയം അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ജനിച്ച ദിവസമാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ മദ്ഹ് അല്ലാഹു പറയുന്നുണ്ട് മദ്ഹ് മലായികത്ത് പറയുന്നുണ്ട് സഹാബത്ത് പറയുന്നുണ്ട് താബിഈങ്ങൾ പറയുന്നുണ്ട് സ്വാലിഹീങ്ങൾ പറയുന്നുണ്ട് സാധുക്കളായ നമ്മളും പറയുന്നുണ്ട് എന്നാൽ ഹബീബിന്റെ ജനന ദിവസത്തിൽ കരഞ്ഞ ഒരേ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തന്നെ. അപ്പോ ഹബീബിന്റെ ജന്മദിനം കടന്നു വരുമ്പോൾ വെകിളി പിടിക്കുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഇബ്ലീസിന്റെ അനുയായികളാണ്, വേറെ ആരുമല്ല. ഇബ്ലീസിന്റെ അനുയായികൾക്കാണ് വല്ലാത്ത വിഷമം കടന്നു വരുന്നത്. അല്ലാഹു അവരുടെ ശർറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇത് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഇങ്ങനെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഇസ്ലാമിനെ പഠിക്കണം. കാരണം